സർവതന്ത്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമചരതകർത്രേണ നിർഭാഷ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ വിനടുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാം ഗുരുപരവരേ ഹന്തഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള സംഹിതകളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിൽ 32 ദശകം നമ്മൾ പറഞ്ഞു. ഇനി അംബരീഷൻ്റെ കഥയാണ് അടുത്ത അധ്യായത്തിൽ. തുടർന്ന് വേറെ കഥ അതേ ദശകത്തിൽ തന്നെ വരുന്നുണ്ട്. വൃത്രാസുര കഥ. വൈവസ്വതാഖ്യമനുപുത്ര നഭാഗചാതനാഭാഗനാമക നരേന്ദ്രസുതോംബരീഷ സത്തർണവാമൃതമഹീദൈതോഭിരേമേ തസ്സംഘിഷൃത്തൈജമഗ്നമനാസദേവ. വൃത്താസുര അത് നേരത്തെ കഴിഞ്ഞു ഷഷ്ടസ്കന്ധത്തിൽ. ഇത് അംബരീഷ ചരിതമാണ് പ്രധാനമായിട്ടും പറയണത്. കുറച്ചങ്ങനെ വംശത്തിനെ പറയണം. വൈവസ്വതാഖ്യ മനു നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വൈവസ്വത മനു 14 മനുവാണ് എന്നുള്ളത്. അതിൽ വൈവസ്വത മനുവിൻ്റെ പുത്രൻ, ആ വംശപരമ്പരയെ ആദ്യം ഇങ്ങനെ പറയുകയാണ്. ആരാ? വൈവസ്വതൻ്റെ പുത്രൻ നഭകൻ. നഭകനാണ് വൈവസ്വതാഖ്യ മനു പുത്ര നഭാഗജ. ആ നഭാഗന് ജനിച്ച പുത്രനാണ് നാഭാഗൻ. നാഭാഗൻ എന്ന് പറഞ്ഞാൽ ഭാഗം കിട്ടാത്തവൻ എന്നുള്ള അർത്ഥത്തിൽ പറയും. പക്ഷേ നഭകൻ്റെ പുത്രൻ എന്നുള്ള അർത്ഥത്തിലാണ് ശരിക്കുള്ള അർത്ഥം. മറ്റത് വളച്ചുകെട്ട അർത്ഥ. നഭാഗജാത നാഭാഗ. നഭകന് ജനിച്ച നാഭാഗൻ എന്ന പുത്രൻ. നാഭാഗ നാമക നരേന്ദ്രസുതോ അംബരീഷ. ഈ നഭകൻ്റെയും പുത്രനാണ് അംബരീഷൻ എന്ന് പറയുന്ന ആൾ. അംബരീഷൻ്റെ കഥയാണ് പറയണത്, മറ്റു കഥയൊന്നും പറയണില്ല. വൈവസ്വതാഖ്യം പുത്രൻ്റെ പുത്രനാണ് നാഭാഗൻ. നാഭാഗൻ്റെ പുത്രൻ നഭകൻ. നഭകൻ്റെ പുത്രനാണ് നാഭാഗൻ. അപ്പോൾ വൈവസ്വതൻ, നഭാഗൻ, നാഭാഗൻ, അംബരീഷൻ, ഈ 4 കഥ പറഞ്ഞു. അംബരീഷൻ്റെ കഥ വിവരിക്കണു. ചിലതൊക്കെ വിവരിക്കണില്ല, ചിലതൊക്കെ വിവരിച്ച് പറയണമെന്ന് മാത്രം. ഈ അംബരീഷൻ്റെ സ്ഥിതി എന്താ? സപ്താർണവാമൃതമഹീദൈതോപി. 7 സമുദ്രത്താൽ ചുറ്റപ്പെട്ട സാമ്രാജ്യം തൻ്റെ അധീനതയിലാണ്. രാജാവിൻ്റെ ലക്ഷ്മി എന്ന് പറയണത് പണ്ട് എത്രത്തോളം സാമ്രാജ്യം കീഴുണ്ട് എന്ന് നോക്കിയിട്ടാണ്. അത് പണ്ടത്തെ ഒരു കൺസെപ്റ്റാണ്. എന്നിപ്പോൾ പറയും മറ്റു രാജ്യങ്ങളെ ഇങ്ങനെ കീഴടക്കി പോകുന്ന സാമ്രാജ്യത്വമാണ്. ശരിയാണോ? ഓരോ കാലഘട്ടത്തിലാണ് ഈ ധർമ്മം നിലനിൽക്കുക എന്ന് നമുക്ക് ചിലപ്പോൾ പറയേണ്ടി വരും. ഓരോ കാലഘട്ടത്തിൽ ഓരോന്നാവും. സാമ്രാജ്യം വെട്ടിപ്പിടിക്കുക എന്നത് ഒരു കാലത്ത് രാജാക്കന്മാർക്ക് ലക്ഷ്മി, രാജ്യലക്ഷ്മി എന്നാണ് അതിന് പറയുന്നത്. രാജ്യലക്ഷ്മി വിളങ്ങിയിരുന്ന ആളാണ്. മാക്സിമം സാമ്രാജ്യം തൻ്റെ കീഴിലാക്കുക. ഇപ്പം ഇവിടെ പറയണത് ഈ ഭൂമി മുഴുവൻ തൻ്റെ കീഴിലായിരുന്നു എന്നാണ്. 7 സമുദ്രങ്ങളാണ് അത്ര ആകെ നോക്കിയാൽ ഉണ്ടാവുക പ്രധാനമായിട്ട്. മറ്റതൊക്കെ ഉൾക്കടലുകളും ചെറിയ ചെറിയ ഇതൊക്കെ ആയിരിക്കും. ഇന്ത്യൻ മഹാസമുദ്രം അല്ലേ, കടൽ പലതരത്തിലുണ്ട്. അറബിക്കടൽ, ബംഗാൾ ഉൾക്കടൽ എന്നാണ് പറയുക നമ്മൾ. ശാന്തസമുദ്രം, ഇങ്ങനെ പല സമുദ്രങ്ങൾ ഈ 6 വൻകരകൾ ആക്കിയിട്ട് ഭാഗിച്ചത് നോക്കിയാൽ ഒക്കെ ഭൂമിശാസ്ത്രം കൂടി പണ്ടുള്ളവർക്ക് അറിവുണ്ടായിരുന്നു എന്ന് കാണാം. ആ 6 ദ്വീപുകളോ അല്ലച്ചാൽ എന്താ പറയുക, നമ്മൾ ഉപദ്വീപുകളോ വൻകരകളോ ആണ് ഭൂമിയിൽ ആകെ ഉള്ളത്. പിന്നെ കുറച്ച് ദ്വീപുകളുണ്ട്. ആണല്ലോ ഭൂമി എന്ന് പറഞ്ഞാൽ തന്നെ. ഈ 6 വൻകരകളെ തിരിക്കുന്നതിനെയാണ് 7 സമുദ്രം എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കണം. അപ്പോൾ സപ്താർണവാമൃതമഹി എന്ന് പറഞ്ഞാൽ 7 സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂമി. ഭൂമി മുഴുവൻ അർത്ഥമേ ഉള്ളൂ, വളച്ചു കെട്ടേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം തൻ്റെ അധീനതയിലായിരുന്നു. ചക്രവർത്തിയായിരുന്നു, രാജാവല്ല. രാജാവിനേക്കാൾ ഒന്നും കൂടി ഉയർന്ന കെട്ടാണല്ലോ ചക്രവർത്തി. തന്നെ തോൽപ്പിക്കാൻ ഈ ലോകത്തിൽ ആരുമില്ല. അങ്ങനെ വാണിരുന്നു. എങ്കിലും
ഇത്രയും ഐശ്വര്യം ഉണ്ടായിട്ടും രേമേ ത്വൽ സംഗിഷു ത്വയിച്ച മഗ്നമനാസദേവ, എല്ലായ്പ്പോഴും ഭഗവത് ഭക്തിയിൽ ലയിച്ചിട്ട് ഇരിക്കാൻ കഴിഞ്ഞിരുന്നു. ഈ സമ്പത്താണോ നമ്മളെ ഈശ്വരനോട് കൂടി അടുപ്പിക്കണത് അകറ്റണത്, ദാരിദ്ര്യമാണോ അടുപ്പിക്കണത് അകറ്റണത്? ഇതൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ദാരിദ്ര്യമാവും അടുപ്പിക്കുക. കുചേലിനെ അങ്ങനെയാണല്ലോ, ചിലപ്പോൾ സമ്പത്തും അടുപ്പിക്കില്ല എന്ന് പറയുക വയ്യ. ഇദ്ദേഹം ഇത്രയും സമ്പന്നനായിട്ടും ഈശ്വരഭക്തിക്ക് ഒരു കുറവും വരുത്തിയില്ല. ഈ ലോക കാര്യങ്ങളുമായിട്ട് ഈ ഈശ്വര കാര്യങ്ങളെ വല്ലാതെ കൂട്ടിക്കുഴയ്ക്കണത് ശരിയല്ല എന്ന് വേണം കരുതാൻ. അത് കിട്ടും ഇത് കിട്ടും, ഇതൊക്കെ ഈ ലോകത്തിൽ ഓരോരുത്തരുടെ ഭാഗ്യത്തിനനുസരിച്ചിട്ട് കിട്ടിയെന്ന് വരാം, കിട്ടിയില്ല എന്ന് വരാം. എന്തായാലും ഉറപ്പാണ് മരിക്കണവരെ ശരീരത്തിനെ കൊണ്ട് നടത്തണം, വേണ്ടേ? ഉറപ്പല്ലേ? ആ കാര്യത്തിന് മാറ്റില്ലല്ലോ ആരായാലും. അപ്പം അതിനെന്ത് വേണം? സുഖമായാലും ദുഃഖമായാലും സമൃദ്ധി ആയാലും ദാരിദ്ര്യം ആയാലും എന്താണ് നമുക്ക് ഭഗവാൻ കഷ്ടമാവും ചിലപ്പോൾ തരിക. കഷ്ടമെങ്കിൽ കഷ്ടം, ആ കഷ്ടത്തിലും നമുക്കൊരു പിടിവള്ളി വേണം, വേണ്ടേ? അതിനാണ് ആത്മീയം ശരിക്കും. അല്ലാണ്ട് അപ്പം അതൊക്കെ നേരെയാക്കണം. എല്ലാവരേക്കാളും നമുക്ക് മത്സരബുദ്ധി ഒന്നാമതില്ലല്ലോ. ഒരാൾ കേമായിക്കോട്ടെ, അതൊന്നും നമ്മുടെ വിഷയമാവരുത്. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ സംസാരത്തെ കടക്കാനുള്ള നല്ല ഒരു ഉത്തമ മാർഗം. അത്രയേ ഉള്ളൂ. ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടല്ല, ശാസ്ത്രത്തിൽ പറഞ്ഞ ഒരു വിധിയാണ് ആത്മീയ മാർഗത്തിൽ കൂടെ ജീവിക്കുക എന്നുള്ളത്. അല്ലാതെ അപ്പം അതുകൊണ്ട് എന്തുണ്ടായില്ല എന്ന് ചിന്തിച്ചാൽ തന്നെ പോയി എന്നാണ്. അപ്പം ഇവിടെ അത് പറയുകയാണ്, ഇദ്ദേഹം വലിയ ചക്രവർത്തിയായിരുന്നു, ലോകം മുഴുവൻ തൻ്റെ കാൽക്കല, എന്നിട്ടും എന്തുണ്ടായില്ല? ഭക്തിക്ക് കുറവുണ്ടായില്ല. രേമേ സന്തോഷിച്ചു. ആരിൽ? ഭക്തന്മാരിലും ഭഗവാനിലും. ഭഗവാനെ കണ്ടാൽ സന്തോഷം, ഭക്തന്മാരെ കണ്ടാലും സന്തോഷം. ഭഗവാനെ എപ്പോഴും കാണാൻ പറ്റില്ലല്ലോ, പക്ഷെ ഭക്തന്മാരെ നമുക്ക് കാണാം എന്നാണ്. അപ്പം ആ ഭക്തന്മാർ ഭഗവാന്റെ തന്നെ സ്വരൂപമായിട്ട് വിചാരിക്കണം എന്നാണ്. ത്രിയോദിക്കിൽ പറഞ്ഞിട്ടുണ്ട്, ഭഗവാനും ഭാഗവതവും ഭക്തന്മാരും മൂന്നല്ല, ഒന്നാണ്. ഭഗവാന്റെ തന്നെ ശരീരമാണ് അത്രേ ഭക്തന്മാർ, വേറെ ശരീരമാണ് കാണപ്പെടുന്ന ശരീരം. ഭഗവാന്റെ ശരീരം നമുക്ക് കാണില്ല. അപ്പോൾ കാണപ്പെടുന്ന ശരീരം ഏതാ? ഭക്തന്മാർ, സത്സംഗങ്ങൾ, സജ്ജനങ്ങൾ. അവരിൽ സന്തോഷിക്കുക, അവരെ നമസ്കരിക്കുക. സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് ലജ്ജ കൂടാതെ വീണു നമിക്കണം. കാരണം അവരിൽ ഈശ്വരൻ കുടികൊള്ളുന്നു എന്നാണ്. ത്വൽസംഗിഷു, അങ്ങയിൽ സംഘമുള്ള ഭക്തന്മാരിലും അങ്ങയിലും, ത്വയിച്ച മഗ്നം, അതിലങ്ങനെ ലയിച്ച് കഴിഞ്ഞുകൂടി. ഏറ്റവും അദ്ദേഹത്തിൻ്റെ ഇഷ്ടമുള്ള ഒരു അനുഷ്ഠാനമാണ് ഏകാദശി. ആ ഏകാദശിയുടെ മഹാത്മ്യമാണ് പല ദിക്കിലും ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. നമുക്ക് ആകെപ്പാട് 24 ഏകാദശി ഉണ്ട് ഒരു കൊല്ലം എന്നാണ്. ഒരു മാസത്തിൽ 2 അതിനൊക്കെ ഓരോ പേരുണ്ട്. പ്രീതയേ സകലമേവ വിദുന്നതോസ്യ ഭക്തൈവ ദേവനചിരാതഭൃതാ പ്രസാദം ഏനാശ്രയാചരമൃതേപ്യഭിരക്ഷണാർത്ഥം ചക്രം ഭവാൻ പ്രവിതതാര സഹസ്രധാരം. ഭഗവാൻ ഭക്തന്മാരെ ചോദിച്ചിട്ടല്ല രക്ഷിക്കുന്നത് എന്നാണ്. ഈ സുദർശന ചക്രം, ഈ അംബരീഷൻ്റെ ഭക്തി കണ്ട് സുദർശന ചക്രത്തെ ഭഗവാൻ സ്വാധീനമാക്കി കൊടുത്തു എന്നാണ് പറയണത്. അദ്ദേഹത്തിൻ്റെ ആ ഭക്തിയെ പറ്റിയിട്ടൊക്കെ ഭാഗവതത്തിൽ വളരെ വിശേഷിച്ച് പറയും. 4-ാമത്തെ അധ്യായത്തിൽ സവൈ മന കൃഷ്ണപദാരവിന്ദയോർ ഭജാംസി വൈകുണ്ഠഗുണാനുവർണ്ണനെ കരോഹരർ മന്ദിരമർച്ചനാദിഷു ശ്രുതിഞ്ചകാരാച്യുത സത്കദോദയേ. മനസ്സ് എപ്പോഴും കൃഷ്ണപാദത്തെക്കുറിച്ചും കൃഷ്ണമാഹാത്മ്യത്തെക്കുറിച്ചും ചിന്തിക്കുക, വേറൊന്നും ചിന്തില്ല. രാവും പകലും ത്വത്പദ ചിന്തനമല്ലാതില്ലൊരു വേല, ഏതൊരു പാട്ടിൽ പറഞ്ഞില്ലേ. അപ്പം അതിനെക്കുറിച്ച് മനസ്സിൽ ഈശ്വര കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. ഇനി വാക്കുകളെ കൊണ്ട് വല്ലതും വല്ലവരോടും പറയണച്ചാൽ ഈശ്വര മാഹാത്മ്യമോ ഈശ്വരനെക്കുറിച്ചോ പറയുക. വചാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനെ, ഇഷ്ടനെ പറ്റി പറയുക, ഭഗവാനെ പറ്റി പറയുക. പിന്നെയോ കരൗ, കൈകൊണ്ട് എന്തെങ്കിലും ചെയ്യണം,
നമ്മളൊരു ടെൻഡൻസിയാണ്, വെറുതെ ഇരിക്കുകയാണെങ്കിലും എന്തെങ്കിലും ചെയ്യും നമ്മൾ, അല്ലേ? എന്തെങ്കിലും കയ്യിലിട്ട് തിരിച്ചുകൊണ്ടിരിക്കുകയെ. അപ്പം അതെന്ത് ചെയ്യുക? മാല കെട്ടുക, ഈശ്വരൻ്റെ ക്ഷേത്രങ്ങൾ വൃത്തിയാക്കുക, ഭഗവത് സംബന്ധികളായിട്ടുള്ള കാര്യങ്ങൾ കൈകൊണ്ട് ചെയ്യുക. കരോ ഹരേർ മന്ദിര മാർജനാദിഷു, ക്ഷേത്രത്തിൽ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുക, മാല കെട്ടുക. അപ്പോൾ ഇതൊക്കെ മാലയൊക്കെ കെട്ടി ഭഗവാന് ചാർത്തുക എന്ന് പറഞ്ഞാൽ വലിയൊരു അനുഷ്ഠാനമാണ്. ഇവിടെ കരവും എന്ന് പറഞ്ഞാൽ 2 കൈകളാണ് കരവും എന്ന് പറഞ്ഞത്. ഇത് കര എന്ന് പറഞ്ഞാൽ ഒരു കൈ, കരവും എന്ന് പറഞ്ഞാൽ 2 കൈ. ക്ഷേത്രത്തിൽ മാല കെട്ട് ഒക്കെ വെച്ചിട്ടുള്ളത്. ശ്രുതിഞ്ചകാര ചുതസത്കതോദയേ, ഈ ചെവി എന്തിനുപയോഗിച്ചു? ഭഗവാന്റെ കഥകൾ, മഹാത്മ്യങ്ങൾ മറ്റുള്ളവർ പറയണത് കേൾക്കാൻ. അതിനും സാധിക്കണം. നമുക്ക് പറയാൻ മാത്രം ഉത്സാഹം ഉണ്ടായാൽ പോരാ, മറ്റൊരാൾ പറയുന്നത് കേൾക്കാനും ഇദ്ദേഹം താല്പര്യം കാണിച്ചു. കുറേ പറയണ്ട, മുകുന്ദലിംഗാലയ ദർശനേദൃശവും, കൃഷ്ണവിഗ്രഹങ്ങൾ നോക്കി ആനന്ദിക്കാൻ കണ്ണ് ഉപയോഗിക്കുക. കണ്ണിന് ഏറ്റവും നല്ല കാഴ്ച ഭഗവാനാണ്. അത്രയും നല്ലൊരു കാഴ്ച വേറെ ഇല്ല എന്നാണ്. തത്പ്രത്യഗാത്ര സ്പർശേംഗ സംഗമം, ആ നല്ല ആൾക്കാരുടെ ശരീര അവയവങ്ങൾ നമ്മുടെ ശരീരത്തിൽ കൊള്ളുമ്പോഴുള്ള ഒരു സുഖം, ഒരു തരംഗം, അതിൻ്റെ ആസ്വാദനത്തിന് സ്പർശ സുഖത്തെ ഉപയോഗിച്ചു. മൂക്കിനെയോ ഘ്രാണഞ്ച തൽപാദ സരോജ സൗഭഗേ, ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള പുഷ്പാത്രേ തുളസി. ഇലയാണെങ്കിലും അതിനെ പുഷ്പം എന്നാണ് നമ്മൾ പറയുക. അപ്പം തുളസിയുടെ ഗന്ധം കേൾക്കുന്നതിൽ താല്പര്യം ഉണ്ടാവുക. ഭഗവത് പാദത്തിൽ സമർപ്പിച്ച താമരപ്പൂവിൻ്റെ വാസന, അലച്ച ഗുരുവായൂരത്തെ കളഭം എന്ന് നമുക്ക് വേണമെച്ചാൽ പറയാം, അല്ലേ? നല്ലൊരു വാസനയാണ്. അപ്പം അതിൽ കേൾക്കുന്നതിൽ, ആസ്വദിക്കുന്നതിൽ താല്പര്യമുണ്ടായി. ശ്രീമത് തുളസിയ രസനേ ത്വതർപ്പിതേ പാദോഹരേ ക്ഷേത്രപദാനുസർപ്പണേ, പാദങ്ങൾ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കുന്നതിലും. ശിരോഗിഷീകേശപദാഭിവന്ദനേ, ഭഗവാന്റെ കാക്കൽ വീണ് വീണ് നമസ്കരിക്കാനായിക്കൊണ്ട് ശിരസ് ഉപയോഗിക്കുക. ഇങ്ങനെ സർവ്വ അവയവങ്ങളും ഭഗവത് പ്രീതിക്കായിക്കൊണ്ട് തന്നെ ഉപയോഗിച്ച് ജന്മത്തെ സാർത്ഥകമാക്കിയിട്ടുള്ള ആളായിരുന്നു. അങ്ങനെ ആ സുദർശനം ഭഗവാൻ സ്വാധീനമാക്കി കൊടുത്തു. അംബരീഷൻ പോലും അറിഞ്ഞിട്ടില്ല. അത് ചിലപ്പോൾ ഭക്തൻ അറിയാണ്ട് ഭഗവാൻ രക്ഷിക്കുന്നതാണ്. അത് ഭഗവാന്റെ രക്ഷയാണെന്നും ഭക്തൻ അറിയുന്നില്ല. വളരെ അത്ഭുതമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ പൂർവ്വജന്മ കർമ്മങ്ങളാണ് നമ്മൾ ഈ ജന്മം അനുഭവിക്കുന്നത്. അതിൽ എന്തൊക്കെയോ അനുഭവിക്കാനുള്ളതിനെ ഭഗവാൻ ചെറുതാക്കിയിട്ടുണ്ടാവും. നമ്മളെന്നറിയുന്നുണ്ടോ? ഇല്ലാത്തതിനെക്കുറിച്ച് മാത്രം ആവലാതി പറയാണ്, അല്ലേ? സത്യത്തിൽ മഹാരോഗങ്ങൾ വരാൻ യോഗമുള്ള നമ്മളെ ജലദോഷം വന്നിട്ട് ഭഗവാൻ കുറച്ചു വെച്ചാൽ ഈ നമ്മളെന്ത് പറയും? ഈശ്വര, ഈ ജലദോഷം ഇപ്പം എന്തിനാ വന്ന്? അർത്ഥം ഉണ്ടാവും. വലിയ രോഗത്തിനെ ജലദോഷം കൊണ്ട് മാറ്റിയതാണ്. കൈ മുറിച്ചു, ഞാൻ അത്രയൊക്കെ ചിന്തിച്ചിട്ട് എന്താ എൻ്റെ കൈ മുറിഞ്ഞത്? ആക്സിഡൻറ്റ് വരേണ്ട കാര്യമാവും ചിലപ്പോൾ, അതുകൊണ്ട് ഭഗവാൻ കുറച്ചിട്ടുണ്ടാവുക. അങ്ങനെ വിചാരിച്ചൂടെ? അല്ലാന്ന് എന്താ തെളിവ്? നമുക്ക് എന്തൊക്കെ വരാൻ വെച്ചിട്ട് നമുക്ക് അറിയില്ല സത്യത്തിൽ. അപ്പോൾ അതിനെ ചെറുതാക്കാനാണ് ചെറു ദുഃഖങ്ങൾ തന്നിട്ട് നമ്മളെ ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. ഇല്ലാണ്ടാക്കി കൂടാ, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ചെറുതാക്കിയാൽ അതൊരു വലിയ സഹായമല്ലേ? അപ്പം അതാണ് ആ ചക്രം സ്വാധീനമാക്കി കൊടുത്തു. ഭക്തദേവദേവന ചിരാതഭൃത പ്രസാദം, പ്രസന്നഭാവത്തെ കൈക്കൊള്ളുകയും ചെയ്തു. അവിടുന്ന് കാലതാമസം ഒട്ടും കൂടാതെ ഭഗവാനിൽ പ്രസാദിച്ചു. ഭക്തിയോട് കൂടിയിട്ടുള്ള ഒരു ഉപാസനയും വെറുതെ പോവില്ല എന്നാണ്. വേദോ സംസ്കൃതമൊന്നും വേണമെന്നൊന്നുമില്ല. ഭക്തിയോട് കൂടിയിട്ട് കൃഷ്ണാന്നൊന്ന് വിളിച്ചാൽ മതി. ആ വിളി വേണ്ട പോലെ ആയാൽ അത് അവിടെ എത്തിക്കോളും. ഭക്തേവദേവൻ അചിതാദഭൃത പ്രസാദം, ഭഗവാൻ ആ അംബരീഷനിൽ വളരെയേറെ പ്രസാദിച്ചു. ഏനാശയാചനമൃതേപ്യഭിരക്ഷണാർത്ഥം ചക്രം ഭവാൻ പ്രവിതതാര സഹസ്രധാരം, എത്രയോ മുനകളുള്ള ചക്രം, മഹാചക്രം, സുദർശന ചക്രം എപ്പോൾ വേണമെങ്കിലും ആ അംബരീഷന് ആവശ്യമുള്ളപ്പോൾ പ്രത്യക്ഷപ്പെട്ടോളണം എന്ന് ചക്രത്തിന് ആജ്ഞ കൊടുത്തു. നീ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഇരുന്നാൽ പോരാ, ഭക്തന്മാർക്കും കൂടി നീ ഉപയോഗിയാവണം. അതിനെന്ത് ചെയ്യണം? അംബരീഷൻ്റെ മുമ്പിൽ വേണ്ട സമയത്ത് പ്രത്യക്ഷപ്പെടണം എന്ന് ചക്രത്തിന് ആജ്ഞ കൊടുത്തു. ചക്രത്തിനെ പറഞ്ഞ് ചട്ടം കെട്ടുക എന്ന് പറയുമല്ലോ. അതുകൊണ്ട് അംബരീഷൻ വളരെ സുരക്ഷിതനാണ് ഏത് ആപത്തിൽ നിന്നും. ഈ സുദർശന ചക്രം, സുദർശന മന്ത്രമുണ്ട്, അത് ചൊല്ലിയാൽ തന്നെ മതി ഇത്രേ.
അത്ഭുതങ്ങളായിട്ടുള്ള ഫലം ഉണ്ടാവും എന്ന് പറഞ്ഞു. സുദർശന മന്ത്രം ഇച്ഛാസ്ത്രം കൂടി ചെല്ലിയ ഉദ്ദിഷ്ട കാര്യസാധ്യത ഉണ്ടാവും എന്ന് പറയുക. സുദർശന മന്ത്രം വിഷ്ണുവിനെ കുറിച്ച് തന്നെയാണ് മന്ത്രം. എന്തായാലും ഭഗവാനാൽ സുരക്ഷിതനായിട്ട് അംബരീഷൻ ഭക്തിയോട് കൂടിയിട്ട് കഴിച്ചു കൂട്ടിയെന്നും പറഞ്ഞ് ദുർവാസാവിൻ്റെ ഒരാപത്ത് വരുന്നു, ചക്രം രക്ഷിക്കണേനെ പറയുകയാണ്. തുടർന്നുള്ള ഭാഗം ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.